നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ ആങ്ങളൊരു ഫ്രോഡാ, നീ ഒരു ഇന്റർനാഷണൽ ഫ്രോഡും. രണ്ട് ഫ്രോഡുകൾ കൂടി ചെയ്യുന്ന ഈ കൃത്യം ആരോടും പറയാതിരുന്നാ എനിക്കെന്ത് ചെയ്യൂന്ന്. ഞാനെന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് നുണ പറയുന്നത്? പരിഹരിച്ചു. എനിക്കൊരു കാശിന്റെ ആവശ്യമില്ല. എന്താ എന്നെ ഇങ്ങനെ സ്കാൻ ചെയ്യുന്നത്? ഏയ് ഒന്നുമില്ല. കേട്ടില്ലേ മറുപടി? അമ്മായിക്ക് കാശിന്റെ ആവശ്യമുണ്ടോ മുത്തശ്ശി? അല്ലാതെ പറയില്ലല്ലോ. കാർത്തികിനോട് ചോദിച്ചാലോ? ചുമ്മാതേ മോളെ, നിന്റെ അമ്മാവിനെ അമ്മായിക്കും കാശിനോട് വല്ലാത്ത അഭ്യർത്ഥിയ. ചുമ്മാ ഒന്ന് എറിഞ്ഞു നോക്കിയതാ. പോയാലൊരു വാക്ക്, കിട്ടിയാലൊരു ചാക്ക്. കാർത്തിയോട് പറഞ്ഞാലും അവൻ ഇതൊക്കെ തമാശയായിട്ട് എടുക്കും. എന്റെ പൊന്നു മോള അവള്. പക്ഷേ ഇങ്ങനെ വിളച്ചില് പഠിച്ച ഒരെണ്ണത്തിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത് എവിടെയാ നിൽക്കുന്നത്? ഏതായാലും ഇവിടെ പട്ടിയെ വളർത്താത്തത് ഭാഗ്യം. ദൈവമേ, ഇവിടെ വല്ല പാമ്പങ്ങാനും കാണും. അകത്ത് നിറച്ച് വിഷജന്തുക്കളല്ലേ, പിന്നെ അങ്ങനെ പുറത്ത് കാണും. എന്തോ ഇത് മൈഥിലി, ഡേ കാര്യം വളരെയധികം സീരിയസ് ആണ്. ഇന്ദ്രശി ലാസ്റ്റ് വാണിംഗ് തന്നേക്കോ? വാണിംഗ് ഒക്കെ തന്നിട്ട് എന്ത് കാര്യം? നിലവറയുടെ താക്കോലില്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിലവറയ്ക്കകത്തല്ലേ വാള്. ഇത്രയും നാൾ ഇതിനകത്ത് കിടന്ന് വട്ടം ചുറ്റിയിട്ട് ആ നിലവറയുടെ താക്കോൽ കണ്ടെത്താൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാ മൈഥിലി. ദേ, എന്നെ കുറ്റപ്പെടുത്താൻ എല്ലാവർക്കും എളുപ്പമാ. ചെമ്പകമംഗലത്തെ ഐശ്വര്യവും സമ്പത്തും ആ വാള്. അതിന്റെ താക്കോലിരിക്കുന്ന സ്ഥലം പരമരഹസ്യമാ. അതിവിടുത്തെ ചില പെണ്ണുങ്ങൾക്കേ അറിയൂ. എടീ, ഇവിടത്തെ ചില പെണ്ണുങ്ങളെ പോലെയാണോ നീ? അടവുകൾ 18 പഠിച്ചവളല്ലേ? തന്ത്രപൂർവം ആ താക്കോലിരിക്കുന്ന സ്ഥലം കണ്ടെത്തണമായിരുന്നു. പിന്നെ പറയാൻ എന്ത് എളുപ്പം, പ്രാക്ടിക്കലാക്കാൻ ഇത്തിരി പാടാ. എടാ, ഞാൻ ഇതിനകത്ത് ഏത് വഴിക്ക് നടന്നാലും എന്നെ നോക്കാൻ മാത്രമാ ഇവിടത്തെ പെണ്ണുങ്ങളുടെ കണ്ണുകള്. ഇത്രയും നാളായില്ലേ മൈഥിലി നീ ഇതിനകത്ത് താമസം തുടങ്ങിയിട്ട്? ആ കീ ഇതുവരെ കണ്ടെത്താൻ പറ്റില്ലെന്ന് പറയുന്നത് നാണക്കേടാ. അല്ല, ഇതിനകത്ത് നിനക്ക് അതായിരുന്നല്ലോ ഉദ്ദേശം, ലക്ഷ്യം വേറെ ആയിരുന്നല്ലോ. നീ എന്താ അർത്ഥമാക്കിയത്? ഞാൻ എന്താർത്ഥത്തിലാ പറഞ്ഞതെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അനാവശ്യം പറയരുത്. നീ കാണിച്ചതൊക്കെ തന്നെയല്ലേ ഞാൻ വിളിച്ചു പറയുന്നത്. ഞാൻ എന്ത് കാണിച്ചെന്ന് നീ പിന്നെയും പിന്നെ പറയുന്നേ? ഞാൻ നിന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചത് കാർത്തിക്കിന്റെ ഭാര്യയായിട്ട് ജീവിതം തുടരാനല്ലെന്ന് ഇപ്പം മനസ്സിലായോ? ഞാനിതിന് മറുപടി പറയാത്തതേ ഇത് ചെമ്പകമംഗലത്തെ മുറ്റമായിപ്പോയി. മാത്രമല്ല രാത്രി നീ ഞാനും കൂടി ഇവിടെ കിടന്ന് ബഹളം വെച്ച അകത്തുനിന്ന് കാർത്തി ഇറങ്ങി വരും. എനിക്കെന്താ, അവനെന്താ എന്നെ അടുത്ത് വിഴുങ്ങിക്കളയോ? വിഴുങ്ങാൻ അവൻ മുതലേന്നുമല്ല, ACP യാ. അവന്റെ ഉരുക്ക് പോലത്തെ കൈ നിന്റെ മുതുകത്ത് വീണാലേ നീ ഒരാഴ്ച കിടന്ന് ചുമക്കും. ചിലപ്പോ ചോരയും തുപ്പും. മതിയടി കളിയാക്കിയത്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ഗെയിമില് ഞാനും നീ മാത്രമല്ല, ആ ഇന്ദ്രജിയുണ്ട്. മര്യാദയ്ക്ക് വേഗം ആ നിലവറയുടെ താക്കോല് കണ്ടെത്തണം. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം നിനക്കറിയാലോ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പോയിക്കോ, ചെല്ല്.
നിങ്ങൾ ആരാ? നിനക്കെന്താ ബോധം പോയോ? തലയിൽ ഉണക്കത്തേങ്ങ വീണോ? അയ്യോ, ഇത് നമ്മുടെ കുഞ്ഞമ്മായി അല്ലേ? എന്താടി നിനക്കൊരു രാത്രി സഞ്ചാരം? വീടിനകത്തെ ഭയങ്കര ചൂട്, ഈ മരുഭൂമിയിലെ പോലെ. എന്നാ പിന്നെ ഇത്തിരി കാറ്റ് കൊണ്ടേക്കാന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങിയതാ. കൊണ്ടത് കിഴക്കൻ കാറ്റാണോ അതോ പടിഞ്ഞാറൻ കാറ്റായിരുന്നു? അല്ല, കടൽക്കാറ്റേ. അല്ലാതെ വൈശാഖം കാറ്റല്ല. വൈശാഖ കാറ്റോ? ആ, എന്റെ ആങ്ങള കാറ്റ്. ആ കാറ്റിപ്പോ ഒരു ബൈക്കിൽ കയറി കിഴക്കോട്ട് പോയി. അമ്മായി വൈശാഖിനെ കണ്ടായിരുന്നല്ലേ? ആ, കണ്ടു. അവന്റെ ബൈക്കിന്റെ ശബ്ദം അങ്ങ് മണക്കാട് വരുമ്പോഴേ ഞാനിവിടെ കേൾക്കും. എന്നാ പിന്നെ ആങ്ങളെയായിട്ട് എന്തെങ്കിലും വർത്താനം പറഞ്ഞുകൂടായിരുന്നു? ഹാ, എന്നിട്ട് വേണം എന്റെ കെട്ടിയോൻ ജഗദീഷേട്ടൻ കണ്ടോണ്ട് വന്ന് എന്നെ എടുത്തിട്ട് ചെണ്ട കൊട്ടാൻ, അല്ലേ? നീയും എന്റെ ആങ്ങളെയും കൂടി നടത്തുന്നത് ഒത്തുകളി നാടകമാണെന്ന് എനിക്ക് പണ്ടേ പിടികിട്ടിയതാ. ഹാ, അതവിടെ നിക്കട്ടെ. അവൻ വെറുതെ വന്നതാണല്ലേ? അതെ അതെ, അവനെ കടപ്പുറത്ത് കാറ്റ് കൊള്ളാൻ വന്നപ്പോ വെറുതെ ഒരു ലോഹത്തിന് എന്നെ കാണാൻ കയറിയതാ. ലോഹ്യം കയറിയത് എന്തിനാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഞങ്ങള് ഒന്നോ രണ്ടോ വാക്കുകൾ പരസ്പരം സംസാരിച്ചു. ഒരു മിനിറ്റിനകം കോൺവെർസേഷൻ തീർന്നു. ആ കോൺവെർസേഷൻ മൊത്തം ഞാൻ കേട്ടു. മൊത്തം കേട്ടോ? മൊത്തം കേട്ടു. കേൾക്കണ്ടായിരുന്നു. കേട്ടുപോയി. നിനക്ക് ഇങ്ങനെ ഒരു കഷ്ടകാലം വരുന്നേ ഞാൻ അറിഞ്ഞില്ല. കുഞ്ഞമ്മായി ഇത് ചെമ്പകമംഗലത്ത് പറയൂ? പറയണോ? അയ്യോ, പറയരുത്. ഞാനത് പറയാതിരുന്ന നീ എനിക്ക് എന്ത് തരൂ? എന്റെ ആങ്ങളൊരു ഫ്രോഡാ, നീ ഒരു ഇന്റർനാഷണൽ ഫ്രോഡും. 2 ഫ്രോഡുകൾ കൂടി ചെയ്യുന്ന ഈ കൃത്യം ആരോട് പറയാതിരുന്ന എനിക്കെന്ത് ചെയ്യൂന്ന്? ഓർക്കാപ്പുറത്ത് മൂന്നാമതൊരു ഫ്രോഡ് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എന്ത് ചെയ്യാൻ? അതാ ഞാൻ പറഞ്ഞത് നിന്റെ കഷ്ടകാല സമയത്താണ് ഞാൻ വന്നതെന്ന്. എന്റെ ആങ്ങളെയും അവന്റെ ലിവിംഗ് ടുഗദർ പാർട്ട്ണറായ നീയും കൂടി ചെമ്പകമംഗലത്തെ ഉടവാൾ അടിച്ചെടുക്കുന്നതില് എനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷേ ഉടവാള് ഈ മാലതി പണിക്കർക്ക് കൂടി അവകാശപ്പെട്ടതാ. അതെനിക്കറിയാം. നിനക്കറിയാമായിരുന്നെങ്കിലും ഞാൻ അതറിഞ്ഞില്ലെങ്കില് നിങ്ങൾ എന്നെ പറ്റിക്കുമായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.